നമ്മൾ FXTMൻ്റെ രജിസ്ട്രേഷനെ കുറിച്ചാണ് ഈ പറയുന്നത്. നമ്മൾ രജിസ്ട്രേഷൻ ബട്ടണിൽ അമർത്തി ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് ഫസ്റ്റ് കാണാം. ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ 3 വര ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ മൈ അക്കൗണ്ട്സ് കാണാം. ആ ആരോമാർക്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ന്യൂ അക്കൗണ്ട് എന്ന് കാണാം. ആ ഓപ്പൺ ന്യൂ അക്കൗണ്ടിന് ഇപ്പോൾ ഇതിൽ അക്കൗണ്ട്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ അത് കാണുന്നത്. വൺസ് നമ്മൾ അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മളെ അക്കൗണ്ട് ഓവർവ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കൂടി അവിടെ വരുന്നതാണ്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ നിലവിലുള്ള അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടും. ഇപ്പോൾ നമുക്ക് ഇവിടെ അതൊന്നുമില്ല, കാരണം നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ല, രജിസ്ട്രേഷനെ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അക്കൗണ്ട് ഓപ്പൺ പേജാണ് ഈ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഓപ്പൺ ന്യൂ പേജ് എന്ന്. ഇതിൽ ഞാൻ ഫസ്റ്റ് ആയിട്ട് അഡ്വാൻറ്റേജ് അക്കൗണ്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. $200 അക്കൗണ്ടാണ്. MT5 സെലക്ട് ചെയ്തു, ഓപ്പൺ അക്കൗണ്ട് എന്ന് കൊടുത്തു. ഓപ്പൺ അക്കൗണ്ട് കൊടുത്തതിന് ശേഷം കംപ്ലീറ്റ് ദി അക്കൗണ്ട് ആപ്ലിക്കേഷൻ ഫോം, ഈ ഫോം നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ മെയിൽ സെലക്ട് ചെയ്തു. ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങൾ ഇങ്ങനെ അതിന് ക്ലിക്ക് ചെയ്തിട്ട് ഓരോ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കുക. ഡേറ്റ് മന്ത് ഇയർ ഒക്കെ കൊടുക്കുക. അതുപോലെ ഫീൽഡ് ഓഫ് വർക്ക് എന്നുള്ളടത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ഇത് കൊടുക്കുക. പിന്നെ അതർ കൊടുത്തു. അതേപോലെ അതർ എന്താണെന്നുള്ളത് നമ്മളിവിടെ എന്തെങ്കിലും ഒരു ബിസിനസ് ഞാൻ കൊടുക്കുകയാണ്. പിന്നെ ബിസിനസ് കൊടുത്തു. ലെവൽ ഓഫ് സീനിയോറിറ്റി എന്നുള്ളത് നമ്മുടെ അതർ എന്ന് കൊടുത്തു. എന്ത് കൊടുത്താലും മതി, ഓർഡിനറി എന്നൊക്കെ കൊടുത്തു. ഡു യു ഹാവ് മോർ ദാൻ 1 സിറ്റിസൺഷിപ്പ് എന്നുള്ളത് നോ കൊടുക്കുക. ഒന്നിൽ കൂടുതൽ പൗരത്വം ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. ഇനി ഐ പേ ടാക്സസ് ഇൻ ഇന്ത്യ, നമ്മൾ ഇന്ത്യയിലായതുകൊണ്ട് ഇന്ത്യ എന്ന് അവിടെ കൊടുക്കുക. പിന്നെ ടാക്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്നുള്ളടത്ത് നമ്മളെ പാൻ കാർഡിൻ്റെ നമ്പറാണ് ഇവിടെ അടിച്ചു കൊടുക്കേണ്ടത്. ഇനി അതില്ലെങ്കിൽ ഐ ഡോണ്ട് ഹാവ് എ ടിൻ എന്ന് കൊടുക്കുക. അപ്പോൾ ഇതിലിങ്ങനെ കാണുമ്പോൾ മൈ കൺട്രി ഡസ് നോട്ട് ഇഷ്യൂ TN ടു റെസിഡൻസ്, ഇങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. മൂന്നാമത്തെ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്തു. പിന്നെ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കേണ്ടി വരും. ഐ ആം അതർവൈസ് അണേബിൾ ടു ഒബ്റ്റൈൻ എ ടിൻ ഓർ ഈക്വലൻ്റ്. ഞാൻ നോട്ട് മച്ച് ഇൻകം എന്ന് കൊടുക്കുകയാണ്. ഓക്കെ. ഇനി സിറ്റി ഓർ ടൗൺ എന്നുള്ളിടത്ത് നമ്മുടെ ഏതാണ് സിറ്റി അല്ലെങ്കിൽ ടൗൺ നമ്മൾ കൊടുക്കുന്നു. ഇത് നമ്മുടെ ആധാർ കാർഡിലുള്ളത് പോലെ തന്നെ കൊടുക്കുക കേട്ടോ. ഫുൾ അഡ്രസ്സ് എന്നുള്ളിടത്ത് നമ്മൾ ഫുൾ അഡ്രസ്സ് അവിടെ ആധാർ കാർഡിലുള്ളത് പോലെ കൊടുക്കുക. സോഴ്സ് ഓഫ് ഫണ്ട്സ് എന്നുള്ളിടത്ത് നമ്മൾ അതേഴ്സ് എന്നുള്ളത് കൊടുക്കുക. അതേഴ്സ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അതറിൽ നമ്മളിവിടെ ഇത് കൊടുക്കേണ്ടി വരും, സേവിങ്സ് എന്ന് കൊടുക്കുക. ഇനി ഹാവ് യു ട്രേഡഡ് ഇക്വിറ്റീസ് ഓർ CFD ബിഫോർ എന്നുള്ളത് നോ കൊടുക്കുക. ഡു യു അണ്ടർസ്റ്റാൻഡ് ദ റിസ്ക് ഇൻവോൾവ്ഡ് എന്നുള്ളത് യെസ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഐ ഹാവ് എന്നുള്ളടത്ത് ഇത് കൊടുക്കുക. ഓക്കെ. എന്നിട്ട് നമ്മൾ സബ്മിറ്റ് ബട്ടൺ അപ്പോൾ ഇനേബിൾ ആവും. ഇതിപ്പോൾ ഇവിടെ ഇനേബിൾ ആവാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്രസ്സ് സിറ്റി ഇത് കൊടുത്തിട്ടില്ല, അതേപോലെ തന്നെ ആ ഡേറ്റ് ഓഫ് ബർത്തൊന്നും കൊടുക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ കൊടുത്തിട്ട് സബ്മിറ്റ് അടിച്ച് കഴിഞ്ഞാൽ സംഗതി ഓക്കെ ആവട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത കാര്യം ചെയ്യാനുള്ളത് ജസ്റ്റ് ബാക്ക് അടിച്ചു, ഞാൻ എക്സിറ്റ് അടിച്ചു. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ 3 വര പ്രസ് ചെയ്യുന്നു. പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മൈ ഡോക്യുമെൻറ്റ്സ് എന്നുള്ള ഈ ഒരു സെക്ഷനിലോട്ട് വരാം. മൈ മണി ഉണ്ട്, അവിടെ ഡെപ്പോസിറ്റ് ഫണ്ട്സ് എന്നുള്ളടത്ത് അടിച്ചാൽ ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. മൈ പ്ലാറ്റ്ഫോംസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മെറ്റാ ട്രേഡർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. അതൊക്കെ നമ്മൾ വേറെ ചെയ്യുന്നതാണ്. ഓക്കെ. നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഇനി മൈ ഡോക്യുമെൻറ്റ്സ് എന്നുള്ള സെക്ഷനിൽ വന്നു. വെരിഫൈ പ്രൊഫൈൽ എന്നുള്ള ഭാഗത്തുനിന്ന് പ്രസ് ചെയ്തു. പ്രസ് ചെയ്തിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ജസ്റ്റ് എ ഫ്യൂ മോർ സ്റ്റെപ്സ് ഫുൾ ആക്സസ് ടു ഓൾ മൈ FXTM ഫീച്ചേഴ്സ് പ്ലീസ് കംപ്ലീറ്റ് യുവർ രജിസ്ട്രേഷൻ. നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതിനാദ്യം താഴത്തോട്ട് വരുമ്പോൾ ഐഡൻറ്റിറ്റി ഡോക്യുമെൻ്റ് എന്നവിടെ കാണാം. അപ്പോൾ അത് നോട്ട് അപ്ലോഡഡ് ആണ്. ഇതിവിടെ അപ്ലോഡ് ഇനേബിൾ ആവാത്തതിൻ്റെ കാരണം ആക്ച്വലി ഞാൻ എൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് പൂർത്തിയാക്കിയിട്ടില്ല. നേരത്തെ നിങ്ങൾ കണ്ടല്ലോ, അവിടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്ലേസ് ഒന്നും കൊടുത്തിട്ടില്ല. ഞാൻ അതൊക്കെ കൊടുത്ത് പൂർത്തിയാക്കുമ്പോൾ എനിക്കിവിടെ അപ്ലോഡ് ചെയ്യാനുള്ള ഈ ബട്ടൺ ഇനേബിളായി കിട്ടും. അങ്ങനെ കിട്ടുന്ന സമയത്ത് നമ്മൾ അതുമ്പോൾ പ്രസ് ചെയ്തിട്ട് നമ്മുടെ ആധാർ കാർഡിൻ്റെ ഫ്രണ്ട് ബാക്ക് സ്കാൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി, വേറൊന്നും കൊടുക്കണ്ട. ഇനി ആധാർ കാർഡ് അല്ലാത്ത, അതായത് അഡ്രസ് പ്രൂഫ് ഇല്ലാത്ത ഒരു ഡോക്യുമെൻ്റാണ് നിങ്ങൾ കൊടുക്കുന്നത് എങ്കിൽ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വേറെ എന്തെങ്കിലും അഡ്രസ് പ്രൂഫ് ഇല്ലാത്ത വല്ല ഇതാണെങ്കിൽ നിങ്ങൾ ഈ താഴെ പ്രൂഫ് ഓഫ് അഡ്രസ്സ് എന്നുള്ള ഭാഗത്ത് പ്രസ് ചെയ്തിട്ട് അഡ്രസ് പ്രൂഫും കൂടി കൊടുക്കേണ്ടി വരും. അങ്ങനെ 2 ഡോക്യുമെൻറ്റ്സ് കൊടുക്കേണ്ടി വരും. പക്ഷേ നമ്മൾ ആധാർ കാർഡിനകത്ത് ഡ്രൈവിംഗ് ലൈസൻസിനകത്തൊക്കെ എന്തുണ്ട്, അഡ്രസ്സും കൂടി വരുന്നത് കൊണ്ട് നമുക്ക് ആ ഒരൊറ്റ പ്രൂഫുമ്പോൾ തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യണതുകൊണ്ട് എല്ലാം സെറ്റാവും കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് ചെയ്യാനുള്ളത്.